കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക ഘടനയെ രൂപപ്പെടുത്തുന്നതിൽ ഗൾഫ് പ്രവാസത്തിനുള്ള പങ്ക് ചരിത്രപരമായ പ്രാധാന്യമുള്ളതാണ്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി മലയാളിയുടെ ജീവിത നിലവാരം ഉയർത്തിയതിലും സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിച്ചതിലും ഗൾഫിൽ വിയർപ്പൊഴുക്കിയ പ്രവാസി സഹോദരങ്ങളുടെ പങ്ക് വിസ്മരിക്കാനാവാത്തതാണ്. എന്നാൽ വർത്തമാനകാല പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ സുരക്ഷിതത്വത്തിന് മേൽ വലിയൊരു കരിനിഴൽ വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയായ ILOയുടെ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത് കേവലം ഒരു സാമ്പത്തിക വിശകലനം മാത്രമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് പ്രവാസി കുടുംബങ്ങളുടെ നെഞ്ചിലേക്ക് കോരിയിടുന്ന വലിയൊരു ആശങ്കയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ ഗൾഫ് മേഖലയുടെ തൊഴിൽ വിപണിയുടെ നട്ടെല്ലൊടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത് കേവലം ഒരു താൽക്കാലിക പ്രതിസന്ധിയല്ല, മറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രവാസ ലോകത്തെയും അവരെ ആശ്രയിച്ച് കഴിയുന്ന നാടുകളെയും മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന ഏതൊരു രാഷ്ട്രീയ അസ്ഥിരതയും ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ നിമിഷ നേരം കൊണ്ട് മാറ്റിമറിക്കാൻ പോകുന്നതാണ്. എണ്ണ ഉൽപ്പാദനത്തിലും വിതരണത്തിലും നിർണായക പങ്കുവഹിക്കുന്ന രാജ്യങ്ങൾ സംഘർഷങ്ങളിലേക്ക് നീങ്ങുമ്പോൾ അത് ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു. ഇതിനൊപ്പം തന്നെ സമുദ്ര വ്യോമ ഗതാഗത തടസ്സങ്ങളും വിതരണ ശൃംഖലയിലെ വിള്ളലുകളും അന്താരാഷ്ട്ര വ്യാപാരത്തെ സങ്കീർണമാക്കുന്നു. കപ്പൽ മാർഗമുള്ള ചരക്ക് നീക്കങ്ങൾക്ക് ഇൻഷുറൻസ് തുകകൾ വർദ്ധിക്കുകയും സുരക്ഷിതമായ മറ്റ് പാതകൾ തേടേണ്ടി വരികയും ചെയ്യുമ്പോൾ ഗതാഗത ചെലവ് ഇരട്ടിയാകുന്നു. ഈ അധിക ചെലവ് ഒടുവിൽ വന്നെത്തുന്നത് ഗൾഫ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ തലയിലാണ്. കമ്പനികളുടെ ദൈനംദിന പ്രവർത്തന ചെലവ് കുത്തനെ ഉയരുമ്പോൾ അവ ലാഭക്ഷമത നിലനിർത്താൻ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ നിർബന്ധിതരാകുന്നു. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി കമ്പനികൾ ആദ്യം സ്വീകരിക്കുന്ന നടപടി പുതിയ ജീവനക്കാരെ എടുക്കുന്നത് നിർത്തലാക്കുക അല്ലെങ്കിൽ ഉള്ളവരെ ഒഴിവാക്കുക എന്നതാണ്. ILOയുടെ പുതിയ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നതനുസരിച്ച് നിർമ്മാണം, ഗതാഗതം, വ്യാപാരം, സേവനം തുടങ്ങിയ മേഖലകളിലാണ് ഇതിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ ദൃശ്യമാവുക. നിർഭാഗ്യവശാൽ ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഫിലിപ്പൈൻസ് തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഭൂരിഭാഗം പ്രവാസി തൊഴിലാളികളും ആശ്രയിക്കുന്നത് ഈ മേഖലകളെയാണ്. വൻകിട നിർമ്മാണ പ്രോജക്റ്റുകൾ പലതും യുദ്ധഭീതിയും സാമ്പത്തിക അസ്ഥിരതയും കാരണം കമ്പനികൾ താൽക്കാലികമായി മാറ്റിവെക്കുകയോ റദ്ദാക്കുകയോ ചെയ്യാം. വ്യാപാര മേഖലയിൽ ഉപഭോക്താക്കളുടെ എണ്ണത്തിലും വിപണിയിലെ പണലഭ്യതയിലും കുറവുണ്ടാകുന്നത് ചെറുകിട കച്ചവടക്കാരെ പോലും ബാധിച്ചേക്കാം. പുതിയ തൊഴിലവസരങ്ങൾ ചുരുങ്ങുന്നതിനോടൊപ്പം തന്നെ നിലവിലുള്ള ജീവനക്കാരെ പിരിച്ചുവിടാനും ശമ്പളം വെട്ടിക്കുറയ്ക്കാനും കമ്പനികൾ മുതിരുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ഈ പ്രതിസന്ധി വരും വർഷങ്ങളിലും തുടർന്നാൽ ആഗോളതലത്തിൽ കോടിക്കണക്കിന് ആളുകളുടെ വരുമാന മാർഗം ഇല്ലാതാകാൻ ഇത് കാരണമായേക്കാം. ഗൾഫ് രാജ്യങ്ങൾ വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരിക നമ്മുടെ നാട്ടിലെ പ്രാദേശിക വിപണികളാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും പ്രവാസികൾ തങ്ങളുടെ കുടുംബങ്ങൾക്കായി അയക്കുന്ന പണം ഒരു കുടുംബത്തിന്റെ മാത്രമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ തന്നെ വിദേശ നാണ്യ ശേഖരത്തിന്റെയും വിപണിയിലെ ചലനാത്മകതയെയും നിലനിർത്തുന്ന ഒന്നാണ്. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്ന അവസ്ഥ നാം കാണേണ്ടതാണ്. അതിന് സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ വ്യാപ്തിയുള്ള ഒരു സാമ്പത്തിക ആഘാതമായിരിക്കും ഈ യുദ്ധ സാഹചര്യം സൃഷ്ടിക്കുകയെന്ന് സാമ്പത്തിക വിദഗ്ധർ ഭയപ്പെടുന്നു. മധ്യപൂർവേഷ്യയിലെ അസ്ഥിരത ദീർഘകാലം തുടരുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വരിക താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ പ്രവാസി തൊഴിലാളികളായിരിക്കും. ഇത് നാട്ടിലെ റിയൽ എസ്റ്റേറ്റ്, ബാങ്കിംഗ്, ഉപഭോക്തൃ വിപണി തുടങ്ങിയ സകല മേഖലകളെയും മന്ദീഭവിക്കും. യാതൊരുവിധ മുൻകരുതലുകളുമില്ലാതെ പെട്ടെന്നൊരു ദിവസം ആകാശത്തു നിന്നും വിമാനം നിലത്തിറങ്ങേണ്ടി വരുന്ന അവസ്ഥയെയാണ് വ്യോമയാന മേഖലയിൽ ക്രാഷ് ലാൻഡിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സമാനമായ ഒരവസ്ഥയാണ് യാതൊരു പ്ലാനുമില്ലാതെ പെട്ടെന്നൊരു ദിവസം ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്ന പ്രവാസിയുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. വർഷങ്ങളോളം ഗൾഫിൽ അധ്വാനിച്ച് സുരക്ഷിതമായ ഒരു ഭാവി സ്വപ്നം കണ്ട് ജീവിക്കുന്നതിനിടയിലായിരിക്കും യുദ്ധമോ സാമ്പത്തിക മാന്ദ്യമോ കാരണം തൊഴിൽ നഷ്ടപ്പെടുന്നത്. നാട്ടിൽ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കാൻ പോലും ഇവർക്ക് സമയം ലഭിക്കാറില്ല. സ്വയം തീരുമാനിച്ചുള്ള ഒരു മടക്കയാത്രയല്ലാത്തതിനാൽ തന്നെ മാനസികമായി ഇത് പ്രവാസിയെ വലിയൊരു ശൂന്യതയിലേക്ക് തള്ളിവിടും. ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി നാട്ടിലെത്തുന്ന ഒരു പ്രവാസിയെ കാത്തിരിക്കുന്നത് ഭയാനകമായ ചില സാമൂഹികവും സാമ്പത്തികവുമായ കെണികളാണ്. പ്രവാസി നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക കെണികളിലൊന്നാണ് റാച്ചറ്റ് എഫക്റ്റ്. സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ വരുമാനം ഉയരുമ്പോൾ അതിനനുസരിച്ച് അയാളുടെ ജീവിത ചെലവുകളും ആഗ്രഹങ്ങളും വർദ്ധിക്കുന്നു. എന്നാൽ വരുമാനം പെട്ടെന്നില്ലാതാകുമ്പോൾ അതിനനുസരിച്ച് ജീവിത ചെലവുകൾ അത്ര വേഗത്തിൽ കുറയ്ക്കാൻ ആ വ്യക്തിക്കോ കുടുംബത്തിനോ സാധിക്കാതെ വരുന്നു. ഗൾഫിൽ നിന്നും പണം വന്നിരുന്ന സമയത്ത് ശീലിച്ച ഉയർന്ന ജീവിത നിലവാരം, കുട്ടികളുടെ മികച്ച സ്കൂളുകളിലെ വിദ്യാഭ്യാസം, കുടുംബാംഗങ്ങളുടെ ചികിത്സാ ചെലവുകൾ, വീടുണ്ടാക്കാനും മറ്റും എടുത്ത വായ്പകളുടെ പ്രതിമാസ തിരിച്ചടവുകൾ എന്നിവയെല്ലാം വരുമാനം പൂജ്യമായാലും അതേപടി തുടരും.
വരും. പെട്ടെന്നൊരു ദിവസം ചെലവുകൾ പൂർണ്ണമായി വെട്ടിച്ചുരുക്കാൻ ശ്രമിക്കുന്നത് കുടുംബത്തിനുള്ളിൽ വലിയ അസ്വാരസ്യങ്ങൾക്കും മാനസിക സമ്മർദ്ദങ്ങൾക്കും കാരണമാകും. ഈ ചെലവുകൾ നേരിടാൻ വേണ്ടി പ്രവാസി വീണ്ടും കടം വാങ്ങാൻ നിർബന്ധിതരാകുന്നു. വരുമാനമില്ലാതെ കടം വർദ്ധിക്കുന്നതോടെ വളരെ വേഗത്തിൽ അവർ നിത്യമായ ഒരു കടക്കെണിയിലേക്ക് ആഴ്ന്നു പോകുന്നു. സാമ്പത്തിക തകർച്ചയേക്കാൾ ഒരു പ്രവാസിയെ മാനസികമായി തകർക്കുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന അവഗണനകളാണ്. ഇതിനെയാണ് മനഃശാസ്ത്രജ്ഞർ വിസിറ്റേഴ്സ് സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് വല്ലപ്പോഴും ഒരിക്കൽ നാട്ടിലേക്ക് അവധിക്ക് വന്നിരുന്ന സമയത്ത് പ്രവാസി കുടുംബത്തിന് എപ്പോഴും ഒരു വിരുന്നുകാരനായിരുന്നു. അയാൾ വരുമ്പോൾ പണവും സമ്മാനങ്ങളും കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ ബഹുമാനവുമായിരുന്നു അയാളെ. എന്നാൽ കൃത്യമായ ഒരു പ്ലാനോ വരുമാന മാർഗമോ ഇല്ലാതെ നാട്ടിൽ സ്ഥിരതാമസമാകുമ്പോൾ ഈ അവസ്ഥ പൂർണ്ണമായും മാറുകയാണ്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുടുംബാംഗങ്ങളുടെ പെരുമാറ്റങ്ങളിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. നാട്ടിലെ സാമൂഹിക ചുറ്റുപാടുകളോ ബിസിനസ് രീതികളോ പ്രവാസിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഈ സമയത്ത് കുടുംബാംഗങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ നിങ്ങൾക്ക് നാട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് വലിയ അറിവില്ല എന്ന തരത്തിലുള്ള മറുപടികൾ കേൾക്കേണ്ടി വരുന്നത് അയാളുടെ ആത്മവിശ്വാസത്തെ പൂർണ്ണമായും തകർക്കും. സ്വന്തം വീട്ടിൽ തന്നെ താനൊരു അന്യനാണെന്ന തോന്നൽ പ്രവാസിയിൽ ഉടലെടുക്കുകയും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ നിന്നെല്ലാം അയാൾ പതുക്കെ ഒഴിവാക്കപ്പെടുകയും ചെയ്യും. ഒരു പ്രവാസിയുടെ യഥാർത്ഥ അന്തസ്സ് എന്നത് അവർ നേടിയെടുക്കുന്ന പണം മാത്രമല്ല, മറിച്ച് എപ്പോൾ നാട്ടിലേക്ക് മടങ്ങണമെന്ന് സ്വയം തീരുമാനിക്കാനുള്ള അവകാശമാണ്. സാഹചര്യങ്ങൾക്ക് കീഴടങ്ങി കയ്യിലൊന്നുമില്ലാതെ നിസ്സഹായനായി നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമ്പോൾ ആ അന്തസ്സിന് വലിയ ക്ഷതമേൽക്കുന്നു. നാട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം എന്ന് സ്വയം തീരുമാനിക്കാനുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് ഒരു പ്രവാസിയുടെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ട് മാത്രം നാട്ടിൽ തുടരേണ്ടി വരുമ്പോൾ പ്രവാസി മാനസികമായി വലിയ തകർച്ച നേരിടുന്നു. താൻ ഇത്രയും കാലം മണലാരണ്യത്തിൽ ഒഴുക്കിയ വിയർപ്പിന് യാതൊരു വിലയും ലഭിച്ചില്ലേ എന്ന ചിന്ത അയാളെ വേട്ടയാടാൻ തുടങ്ങും. കുടുംബത്തിന് താങ്ങായി നിന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം അവരുടെ ബാധ്യതയായി മാറുന്ന അവസ്ഥ അങ്ങേയറ്റം ദയനീയമാണ്. ഈ ഒരു സാഹചര്യത്തിൽ വരാനിരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് വെറുതെ ഭയപ്പെടുന്നതിനേക്കാൾ പ്രധാനം അതിനെ നേരിടാനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നതാണ്. പ്രവാസ ജീവിതത്തിന്റെ തുടക്കം മുതൽക്കേ കൃത്യമായ സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപങ്ങളും ശീലമാക്കുക എന്നതാണ് ഇതിനുള്ള ഏക പോംവഴി. വരുമാനത്തിന്റെ ഒരു പങ്ക് നാട്ടിൽ സുരക്ഷിതമായ മറ്റു വരുമാന മാർഗങ്ങളിലോ ബിസിനസ്സുകളിലോ നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കണം. ഒരൊറ്റ വരുമാന സ്രോതസ്സിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത് അപകടകരമാണെന്ന് പ്രവാസികൾ തിരിച്ചറിയണം. നാട്ടിൽ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുകയോ കൃഷിയിലോ മറ്റ് നിക്ഷേപങ്ങളിലോ പങ്കാളികളാവുകയോ ചെയ്യുന്നത് പെട്ടെന്നൊരു ജോലി നഷ്ടമുണ്ടായാൽ താങ്ങായി നിൽക്കും. കുടുംബങ്ങളെയും സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെലവുകൾ നിയന്ത്രിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യേണ്ടതുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യങ്ങളും ILOയുടെ മുന്നറിയിപ്പുകളും പ്രവാസികൾക്ക് മുന്നിൽ ഉയർത്തുന്നത് വലിയൊരു ജാഗ്രതാ നിർദ്ദേശമാണ്. പ്രതിസന്ധികൾ വരാതിരിക്കാൻ നമുക്ക് കഴിയില്ല, എന്നാൽ അതിനെ നേരിടാൻ മുൻകൂട്ടി തയ്യാറെടുത്താൽ നമുക്ക് സാധിക്കും. ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്നും മടങ്ങി വരുന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കുന്നതിനായി കൂടുതൽ ഫലപ്രദമായ പദ്ധതികൾ ഉണ്ടാകേണ്ടതുണ്ട്. അവരുടെ തൊഴിൽ നൈപുണ്യത്തെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. യുദ്ധത്തിന്റെ നിഴലുകൾ മാഞ്ഞു പോകുമെന്ന് പ്രത്യാശിക്കുമ്പോഴും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തക്കവണ്ണം നമ്മുടെ പ്രവാസ സമൂഹം മാനസികമായും സാമ്പത്തികമായും കരുത്തു നേടേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. സ്വയം തീരുമാനിക്കുന്ന ഒരു നല്ല നാളേക്കായി ഓരോ പ്രവാസിയും ഇന്നേ ചിന്തിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.